ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ശർക്കരയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് റവ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 കപ്പ് റവ ഇട്ടെടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത റവ വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ പാനിലേക്ക് 1.5 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചെടുക്കാം. 3 ശർക്കരയായിട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 2 ഏലക്കായ കഷ്ണം മുറിച്ചതും കൂടെ ചേർത്ത് ശർക്കരപ്പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ കുറേശ്ശായിട്ട് ഇട്ടുകൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാൻ. കൈയെടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. റവ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വേഗം കട്ട പിടിച്ചോവും. അതേപോലെ തന്നെ ഹൈ സ്പീഡിൽ ഇട്ടാലും വേഗം കട്ട പിടിച്ചോവും. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വരും വേഗത്തിൽ. റവ ശരിക്ക് വെന്ത് കിട്ടൂല, അതിൻ്റെ പേരിലാണ് ലോ ഫ്ലെയിമിൽ ഇടുന്നത്. റവ മുഴുവനായിട്ടും ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. റവയിലെ വെള്ളമൊക്കെ വറ്റി വന്ന് റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറു ചൂടോടെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം കേട്ടോ കയ്യിൽ. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയൊരു ബോൾസാക്കി മാറ്റാം. ഇനി ഈ കുഞ്ഞു ബോൾസിനെ വെളുത്ത എള്ളിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ കട്ട് ചെയ്തതും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. റവയും ശർക്കരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.